പല്ല് തേയ്മാനം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമാണ് നേരെ കറക്റ്റായ രീതിയിൽ പല്ല് ബ്രഷ് ചെയ്യാത്തത്. അതായത് എപ്പോഴും നമ്മുടെ മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഉമിക്കരി, പൽപ്പൊടി പോലെയുള്ള ഹൈലി അബ്രേസീവ് ആയിട്ടുള്ള, അതായത് പല്ല് ഇനാമൽ തേഞ്ഞു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ്, പണ്ടുള്ളവരൊക്കെ ഉപ്പും പിന്നെ ഉമിക്കരിയൊക്കെ ഇട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് തേക്കുന്ന സമയത്ത് ഈ ഇനാമൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് വോൺ ഔട്ടായി പോകും. അത് തേഞ്ഞ് അകത്തുള്ള ഈ ഡെൻറ്റിൻ എക്സ്പോസ് ആയി തുടങ്ങുമ്പോഴത്തേനും പല്ല് പുളിപ്പിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നു. അപ്പം ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ബലം പ്രയോഗിച്ച് ബ്രഷ് ചെയ്തുകൊണ്ട് പല്ല് വെളുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ മോണയ്ക്കും പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്ക് പതിയെ ബ്രഷ് ചെയ്താൽ മതിയാവും. കഴിയുന്നതും സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം, ഹാർഡിലേക്ക് ഒരിക്കലും പോരുത്, സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പതിയെ ബ്രഷ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബ്രഷുകൾ എത്താത്ത സ്ഥലങ്ങളുണ്ടാവും, ആ ഭാഗത്ത് തീർച്ചയായിട്ടും അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് കാൽക്കുലസ് എന്ന് പറയും, അതായത് ഇത്തിൾ പോലെയല്ലേ കട്ടിയായിട്ടുള്ള ഒരു മെറ്റീരിയലായി മാറും ഈ അഴുക്ക്. അപ്പോൾ അത് നമ്മളിനി എങ്ങനെ ബ്രഷ് ചെയ്താലും നമ്മൾക്കത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് 6 മാസത്തിലൊരിക്കൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറയും, ഡെൻ്റൽ സ്കെയിലിംഗ്, അത് ചെയ്യേണ്ടതും അനിവാര്യമാണ്.